സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഞാൻ പഴയ ഒരു വണ്ടി എടുക്കാൻ പോവാണ്. ഞാൻ കുറേ നാളായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ് ഒരു BMW എടുക്കുക. അതൊരു ഓൾഡ് മോഡൽ BMW ആണ്. ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ അവിടെ ചെല്ലുമ്പം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുകയാണ് എന്തായാലും താഴെ കമൻറ്റ് ഇടുക. ഞാൻ ആ വണ്ടി കേസ് ഒരു റോട്ടിൽ കൂടെ ഓടുന്ന വിധത്തിൽ കിട്ടാനായിരുന്നു ആദ്യം നോക്കിയത്. പക്ഷേ ഞാൻ അങ്ങനെ നോക്കിയപ്പം കുറച്ച് പേരുടെ അടുത്തൊക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും അത് സെയിലാക്കുന്നില്ലായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ ഇങ്ങനെ തപ്പിയപ്പോൾ നമ്മളൊരു സ്ക്രാപ്പിൽ അത് കിടക്കുന്നുണ്ടെന്ന് കണ്ട്. അപ്പോൾ എന്തായാലും അത് അവിടെ നിന്ന് എടുക്കാൻ ഓർത്ത് ചോദിച്ചു. അത് ഓടുമോന്നും അറിയത്തില്ല കേട്ടോ, സ്റ്റാർട്ട് ആവാനൊക്കെ ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇറങ്ങിയിരിക്കണം, വേറെ ഒന്നുമല്ല, നമ്മുടെ ക്രൂയിസറും പിന്നെ അവിടെ സെന്നും വരാനുണ്ട്. സെന്നിനോട് ഞാൻ എന്തായാലും ഒരു ടോട്ടറൊക്കെ എടുത്തിട്ട് വരാനാണ് പറഞ്ഞത്. ക്രൂയിസർ ഏതെങ്കിലും കാർ എടുത്തോണ്ട് വരട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് ക്രൂയിസറിൻ്റെ കാറിലങ്ങ് പോവാം. എൻ്റെ വണ്ടി എന്തായാലും എടുക്കുന്നില്ല, എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയാൽ തിരിച്ചു കൊണ്ടുവരാൻ ആളുണ്ടാവില്ല. എന്തായാലും ഇനി അവർ വരുന്നോടം വരെ എങ്ങനെയാണ് നിൽക്കണം കേസ്. ഇപ്പോൾ വിളിച്ചപ്പോൾ സെന്നി ഇവിടെ എത്താറായെന്നാണ് പറഞ്ഞത്, പക്ഷെ അവനെ കാണുന്നില്ല ഞാൻ നോക്കിയിട്ട്. അതേണ്ട വരുന്നുണ്ട് കേസ്. ഇനി നമ്മുടെ ക്രൂയിസറും കൂടെ വന്നു കഴിഞ്ഞാൽ കേസ് നമുക്ക് ഇവിടെ നേരെ അങ്ങ് പോവാം. അപ്പോൾ ടോട്ടറൊക്കെ എല്ലാം എടുത്തിട്ട് വരുന്നുണ്ട്. എന്തായാലും ഇതങ്ങ് എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. അതെന്തായാലും സ്റ്റാർട്ട് ആവാൻ ഭയങ്കര ചാൻസ് കുറവാണ് കേസ്, കാരണം അത് അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ കിടക്കണേ. അതെടുത്തിട്ട് നല്ല രീതിക്ക് വർക്ക് ചെയ്യാനുണ്ട് കേസ്. എന്തായാലും അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അത് കൊണ്ടുവന്ന അവിടെ ഈ സാധനം തന്നെ നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പിലിട്ട് സർവീസ് ചെയ്യണം. നമ്മുടെ ഈ ഒരു കാർ ഷെറ്റ് ഉണ്ടല്ലോ കേസ്, ഇതിനകത്തിട്ട് സർവീസ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ സർവീസും കൂടെ ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് സെറ്റ് ആവും. ഇവനെന്നെ ഇതിനകത്ത് തന്നെ ഇരിക്കണം, ഇറങ്ങി വരുന്നില്ലേ. ക്രൂസറിനെ ഇപ്പോഴും കാണുന്നില്ല കേട്ടോ. മച്ചു കണ്ടിട്ട് എത്ര കാലമായി. അതല്ലേ ശരിയാണ്, നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ കുറേ ആയിട്ടുണ്ട്. പണ്ടങ്ങനെ നമ്മൾ ഈ ഇൻസ്റ്റയിൽ റീൽ ഇടണ ആ ടൈമിലൊക്കെ അന്നേരം തോന്നുന്നു പിന്നെ അവസാനമായിട്ട് ഞാൻ കാണുന്നത്. അതെ, നമ്മളിപ്പോഴും ആ ഒരു കോൺടാക്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നേരിട്ട് കണ്ടിട്ട് എത്ര കാലമായി. നീ എപ്പോഴാണ് നാട്ടിലെത്തി? ഞാൻ വന്നിട്ട് കുറച്ചായി. പിന്നെ നമ്മളിങ്ങനെ മീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് മീറ്റ് ചെയ്യാനും പറ്റിയില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും ഇപ്പം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. കേസ് അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരെന്നെ എപ്പോഴും വിളിക്കുകയായിരുന്നു, പക്ഷെ ഞാൻ എന്തെങ്കിലും തിരക്കൊക്കെ ആയിട്ട് ഈ പുറത്തോട്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റിയില്ല. ഇപ്പോഴാണ് കേസ് ഞാൻ കുറച്ച് ഫ്രീ ആയത്. അല്ല, ഏതോ BMW എടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞു, അതൊക്കെ പറഞ്ഞാ? ഞാൻ BMW കാറാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് ഏതാന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഏതാന്ന് പറയാതെ ഉള്ള പരിപാടിയൊക്കെ അല്ലേ? അതെ, ഇപ്പോഴേ നമ്മൾ ഏതാ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് പോവുമല്ലോ. എന്തായാലും അവർ കാണട്ടെ വണ്ടി ഏതാണത്. ഈ ക്രൂയിസർ എന്താണ് ഇതുവരെ വരാതെ? ഞാൻ വരുന്ന എനിക്ക് അവനെ കണ്ടൊന്നുമില്ല, മിക്കവാറും വെറുതെ ഉണ്ടാവുള്ളൂ. എന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, ഇപ്പോൾ അങ്ങനെ എത്തുമായിരിക്കും കേസ്. അപ്പോൾ അതുവരെ ഞാൻ എന്തായാലും റെക്കോർഡ് ഓഫ് ആക്കും കേട്ടോ, കാരണം ഇത് കാണിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്ത് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഇവൻ്റെ ലുക്ക് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു കേട്ടോ. ഇവൻ പണ്ട് ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ കാണണമായിരുന്നു. നമ്മളിവിടെ നിന്ന് പോയത് റിച്ച് ആയിട്ട് തിരിച്ചു തരാനുള്ളൂ. പക്ഷേ ഇപ്പോൾ നിന്നെ കണ്ടാലും മനസ്സിലാവില്ല കേട്ടോ, ഈ പഴയ സെന്നെ. അതെങ്ങനെയാണല്ലോ, അവിടെ ലുക്കെല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കണ്ടാലും ആർക്കും മനസ്സിലാവില്ല. ഞാൻ തന്നെയാണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്നെ കാണുമ്പോൾ. ഇതായി ക്രൂയിസർ വന്നിട്ടാ. ഇവൻ ബെൻസൊക്കെ എടുത്തോണ്ടാണോ വന്നേ? ഈ ലുക്ക് നോക്കിയാൽ ബെൻസിൻ്റെ സെറ്റ് ആയിട്ടുണ്ടല്ലേ, ഫുൾ ബ്ലാക്ക് ഒക്കെ അടിച്ച് ബേക്ക് സ്പോയിലെല്ലാം വെച്ചിട്ട് നൈസ്. നമുക്കെന്നാ പോയാലോ? നമുക്കെന്നാ പോടാ, കുറേ നേരം ഇവിടെ തന്നെ നിൽക്കുന്നത്. ഇവൻ വരാൻ ലേറ്റ് ആയിട്ട് കുറേ സമയം അങ്ങനെ പോയി. നീ പോയിട്ട് ആ ട്രക്ക് എടുത്തിട്ടോ, ഞാൻ ഈ കാറിനങ്ങ് വരാം. എന്നാൽ ട്രക്ക് ഓടിക്കാൻ വേറെ ഒരു ഇതിനും കൂടെ ഉണ്ട്, അവനത് എടുത്തോണ്ട് വന്നോളും. ഞാൻ ഈ കാറിന് തന്നെ കയറാം. എന്നാൽ കാറിൽ കയറിക്കോ, ക്രൂയിസറെ വണ്ടി എടുത്തോ. അവൻ കയറിയെന്ന് തോന്നുന്നു. എങ്ങോട്ടാണ് ഈ രാവിലെ തന്നെ ഇറങ്ങുന്നത്? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. രാവിലെയോ? സമയം ഇപ്പം 4 മണി കഴിഞ്ഞു. 4 മണി കഴിഞ്ഞോ? ഞാൻ ഇപ്പോൾ എണീറ്റത് ഇന്നലെ കടന്നുറങ്ങിയിട്ട്. ആ ക്രൂസറെ ഇങ്ങനെയൊന്നും കടന്നുറങ്ങില്ല കേട്ടാ. വൈകുന്നേരം വരെ കാറിലും കടന്നുറങ്ങും. ഉച്ചവരെ കടന്നുറങ്ങുന്നതൊക്കെ സ്വാഭാവികം. ഉച്ചവരെ കടന്നുറങ്ങാം, ഞാൻ ഉച്ചവരെ തന്നെ കടന്നുറങ്ങുന്നത്. അല്ല നമ്മൾ ഈ വൈകുന്നേരമൊക്കെ ഇറങ്ങുന്നത്, അല്ലേ നമ്മൾ രാവിലെ പോകില്ലേ. വെറുതെ അല്ല രാവിലെ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ. നീ രാവിലെ വിളിച്ചായിരുന്നു, ഞാൻ കണ്ടില്ലടാ. കേസ് ഇപ്പോൾ നമ്മൾ സിറ്റിയിൽ എത്താറായിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിക്കായിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ലാഗ് അടിക്കുന്നുണ്ട് ഗെയിം. എനിക്ക് എന്നാന്നറിയില്ല, ചിലപ്പോൾ എൻ്റെ നെറ്റിൻ്റെ ആയിരിക്കും അല്ലടാ. നെറ്റിൻ്റെ തന്നെ ആയിരിക്കും, അല്ലാതെ അങ്ങനെ ലാഗ് വരാൻ ചാൻസ് ഇല്ലല്ലോ. എന്നാ മറ്റേ സ്ഥലം ലോഡാവത്തിലാകാം. അത് തന്നെ, നിങ്ങളിങ്ങനെ കാറും കൊണ്ട് പോയിട്ട് പെട്ടെന്ന് സ്ഥലം കാണാതെ പോകും, പിന്നെ പെട്ടെന്ന് ലോഡാവും. അങ്ങനെയൊക്കെ ഇപ്പോൾ വലിയ സീനില്ല, പിന്നെ അങ്ങനെ വരുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് അടിച്ചിട്ട് കേസ് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. പ്രത്യേകിച്ച് ലൈക്ക് ടാർഗറ്റ് ഒന്നുമില്ല. പിന്നെ ഇതുപോലത്തെ വീഡിയോസാണ് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. എങ്ങോട്ടാ പോണേ? മറ്റേ സ്ക്രാപ്പിലോട്ടല്ലേ പോകണ്ടേ? ഇവിടെ റോഡ് മാറിപ്പോയായിരുന്നു, ഇങ്ങോട്ടേക്ക് കയറിയത് ഇപ്പം. ഈ സ്ഥലം ലോഡാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഗ്ഗടിച്ച പോലെ പോകുന്നുണ്ട്. എനിക്ക് ഏത് റോഡിൽ കൂടെ പോകുന്നേന്ന് തിരിയുന്നില്ല. അണ്ണാ, ഈ സ്ക്രാപ്പിൽ നിന്ന് വണ്ടിയെല്ലാം എടുത്തിട്ട് എങ്ങനെയാ റിവീലിംഗ് ഒക്കെ വരുമോ? അതിൻ്റെ റിവീലിംഗ് എല്ലാം സെറ്റാക്കുക. അത് നല്ല കിടിലം വർക്കെല്ലാം ചെയ്ത് നീ ഇപ്പോൾ നോക്കിയോട്ടെ. സ്ക്രാപ്പിൽ നിന്ന് ആ വണ്ടി എടുക്കുമ്പോൾ അത് എങ്ങനെയാണെന്ന് നീ നോക്കിയോ? എല്ലാം മച്ചു റണ്ണിങ് കണ്ടീഷനിലുള്ള വണ്ടി ഒന്നും അവിടെ നോക്കിയിട്ടൊന്നും കണ്ടില്ലേ? അത് ഇവിടെ തന്നെ പോയി എടുക്കുന്നേ. അത് ഞാൻ കണ്ടായിരുന്നില്ല. കിടിലം വർക്കെല്ലാം ചെയ്ത് അമ്മാര് ക്ലീനായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരൊന്നും സെയിലാക്കുന്നില്ലെന്ന് പറഞ്ഞു. നമുക്ക് ആ വണ്ടി വേണമല്ലോ. പിന്നെ അങ്ങനെ തപ്പി ഇപ്പോൾ സ്ക്രാപ്പിലുണ്ടെന്ന് കണ്ട്. പക്ഷെ ഇതും പൊളിയാണ് മച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രാപ്പിൽ നിന്നൊക്കെ വണ്ടി എടുത്ത് പണിത് അത് ഓടിക്കുന്ന രീതിക്ക് റോഡിലോട്ടൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് വേറെ ഒരു ലെവല. ആ ഒരു മൈൻഡ് ആലോചിക്കുവാണെങ്കിൽ അത് സെറ്റാണ്. എന്തായാലും വേറെ വണ്ടി കിട്ടാൻ ഇല്ലാത്തതാണ് ഇപ്പോൾ തുടർന്ന് എടുക്കുന്നത്. അണ്ണാ, ഏതാ വണ്ടി എന്ന് പറയാം, നമ്മൾ സെറ്റാക്കി തരൂലായിരുന്നു. ഇവിടെ സ്ഥലം എത്തിയില്ലേ, നീ തന്നെ കണ്ടോ ഏതാ വണ്ടിന്ന്? അണ്ണാ, ഇത്രയും ബിൽഡപ്പ് അല്ലേ ഇട്ടിട്ട് വണ്ടിയുടെ പേരും പറയാതിരിക്കുവാണെങ്കിൽ അത് ഏതാ വണ്ടി? അതൊരു BMW കാറാണ്, ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നും പറയൂല. വേറെ നിനക്കിപ്പോൾ കാണാൻ മനസ്സിലാവൂടാ. അതിന് ഫ്രണ്ടൊന്നും ഇല്ല ഇടിച്ചിട്ട്, എന്നാലും നിനക്ക് മനസ്സിലാവുമായിരിക്കും. ഫ്രണ്ട് ഇല്ലേ? ഹെഡ്ലൈറ്റ് എങ്കിലും കണ്ടാൽ മതി, നമ്മൾ അത് വെച്ച് പറയാം ഏതാ വണ്ടിന്ന്. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ അവരൊന്ന് വിളിച്ചു നോക്കണം. അതവിടെ കറക്റ്റ് ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. കാർ അവിടെ വെച്ചേക്കണമെന്ന് അവർ. നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ അകത്തോട്ട് കയറിക്കോ. എന്നാ ഇപ്പം തന്നെ കോൾ അയക്കോ, വെറുതെ നമ്മൾ അവിടെ നിന്ന് ടൈം കളയണ്ട, എല്ലാം പെട്ടെന്നാവട്ടെ. എന്നാൽ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ.
ഓ പയ്യൻസേ വേം പറ. ആ മറ്റേ നമ്മൾ ആ സ്ക്രാപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി എവിടെയായിരുന്നുള്ള? പയ്യൻസേ അത് കുറെ വണ്ടി അടുക്കി വെച്ചിട്ടുണ്ട് അവിടെ. അതിനിടയ്ക്കായിട്ട് കിടക്കുന്നില്ല കേട്ടോ ഒരു വൈറ്റ് കളർ കാറ്. ഇതിപ്പോൾ ഇവിടെ മൊത്തം അടുക്കി വെച്ചേക്കുവാണല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ്? അതിന്റെ ഇടയ്ക്ക് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വലിയ പിടിയില്ല എവിടെയാന്ന്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, കയറിയിട്ട് റൈറ്റ് സൈഡ് ഉണ്ട്, റൈറ്റ് സൈഡ് നോക്ക്. കയറി വരുമ്പോൾ റൈറ്റ് സൈഡാണോ? ഓ കയറി വരുമ്പോൾ തന്നെ അത് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. നിങ്ങൾ നോക്കവിടെ മൊത്തം. ആ എന്നാൽ പിന്നെ നമ്മൾ നോക്കിക്കോളാം. ഓ ആയിക്കോട്ടെ പയ്യൻസേ. ഗൈസ് ഇങ്ങനെ കയറി വരുമ്പോൾ റൈറ്റ് സൈഡ് എന്നാണ് പറഞ്ഞേ. പിന്നെ കുറേ വണ്ടികൾ അടുക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് പോകുന്നാളാ പറഞ്ഞേ. എൻ്റെ അണ്ണ ഇവിടെ മൊത്തം വണ്ടിയാണല്ലോ നടക്കുന്നത്. ഇതിനിടയ്ക്ക് എവിടെയാണ് കയറി വരുമ്പോൾ റൈറ്റ് സൈഡ്? എന്നാൽ പിന്നെ കയറി വരുന്നോടത്ത് പോയി നിന്നിട്ട് നമുക്ക് ഒന്നും കൂടെ കയറി വരാം. ആ നീ പോയിട്ട് ഒന്നുകൂടെ കയറി വാ, ഞാൻ നോക്കട്ടെ. ഗൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നില്ല, വൈറ്റ് കളർ കാറാന്ന് പറഞ്ഞേ. ഈ സൈഡിലെവിടെ ഞാൻ അങ്ങനെ ഒരു വൈറ്റ് കളർ കാർ കാണുന്നില്ലല്ലോ. അണ്ണാ റൈറ്റ് സൈഡ് കയറി വരുമ്പോൾ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് അണ്ണിപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. അതിൻ്റെ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്. ഇതിൻ്റെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടെ കുറേ വണ്ടി കിടക്കണ നോക്കി ഗൈസ്. ഇത് വണ്ടിയാണെങ്കിലും പറയാൻ പറ്റുമോ? ആകെ ആ ഒരു വണ്ടിയുടെ ഷേപ്പ് ഉണ്ടെന്ന് വേണേൽ പറയാനുള്ളത്. ടയറില്ല, സീറ്റില്ല, ഒരു സാധനമില്ല ഗൈസ് അതിനകത്ത്. എന്നാലും ഇതൊക്കെ ആരുടെ വണ്ടിയായിരിക്കുമല്ലോ ഗൈസ്. ഒരു നാൾ ഈ റോട്ടിൽ കൂടെ ഓടി നടന്ന വണ്ടികളൊക്കെ അല്ലേ ഇപ്പം ഇങ്ങനെ കിടക്കണേ. ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല ക്രൂസറെ. ഇവിടെ അങ്ങനെ കാണുമായിരിക്കുമല്ലോ. പിന്നെ ഇയാൾ പറ്റിച്ചാണോ നമ്മളെ? ഇയാൾ ഇനി അതും പൊളിച്ചോ? പൊളിച്ചൊന്നും കാണില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അത് കളയല്ലെന്ന്. ഈ വഴി വന്നപ്പോൾ അത് കണ്ടപ്പോഴേ. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഞാൻ നേരത്തെ വന്നപ്പോൾ അത് അപ്പുറത്തായിരുന്നു കിടക്കണേ. അവിടെ ഒന്നും കാണുന്നില്ല. ഈ സൈഡ് തന്നെയാണല്ലേ പറഞ്ഞേ. ഈ സൈഡ് തന്നെയാണെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ വണ്ടി എവിടെ? ആ അണ്ണാ ഇതാ കിടക്കണേ. അതല്ലേ അണ്ണാ? ഗൈസ് അങ്ങനെ വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേണ്ടേ ഈ സൈഡിൽ കൂടെ ഞങ്ങൾക്ക് നൈസായിട്ട് കാണുന്നുണ്ടാവും. അതായത് ബാക്ക് സൈഡൊക്കെ കാണാം ഗൈസ്. എന്നാൽ ബാക്ക് സൈഡിൽ വലിയ കുഴപ്പമൊന്നുമില്ല. മൊത്തം ചെളി പിടിച്ച് കിടക്കാന്നേ ഉള്ളൂ. തുരുമ്പുണ്ട് കേട്ടോ നല്ലോണം. മച്ചു പിന്നെ ബേക്കിലൊന്നും വലിയ സീനില്ലല്ലോ. ഫ്രണ്ടിനാണോ പണി കിട്ടിയത്? അതിൻ്റെ ഫ്രണ്ടിനാണ് പണി കിട്ടിയത്. ബേക്കിലൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ സൈഡിലും അത്ര വലിയ സീനൊന്നുമില്ല. പക്ഷെ ഫ്രണ്ട് നല്ല രീതിക്ക് പോയിട്ടുണ്ടോ. നിങ്ങൾ ഇങ്ങോട്ട് പോകാൻ കാണിച്ചു തരാം. നീ എങ്ങോട്ടാടാ ക്രൂസറെ ബിരിയാണി കിട്ടിയ പോലെ ഓടുന്നേ? അണ്ണാ വണ്ടി ഏതാ നോക്കാൻ. ഇത് തിരിയുന്നില്ലോ. ഹെഡ്ലൈറ്റ് ചെറുതായിട്ട് കാണാം. അണ്ണ ഇത് BMW മറ്റേ M5 E28 അല്ലേ? ആടാ അത് തന്നെ. ഓ ഇത് പണിതെടുത്ത സെറ്റായിരിക്കും കേട്ടോ. ഇതങ്ങനെ ആരും എടുത്തോണ്ട് വരുന്നെന്ന് ഞാൻ കണ്ടിട്ടില്ല. വല്ലപ്പോഴും എവിടെന്നെങ്കിലും കണ്ടാലായി. മച്ചു ഇത് കത്തും കേട്ടോ നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ. ഞാനല്ല, നമ്മൾ എന്തായാലും ഇന്ന് കത്തിക്കും. നീ ഇവിടെ ടോട്ടറൊക്കെ എടുത്തോണ്ട് പോവാ. ആ ഞാൻ ഇപ്പം എടുത്തിട്ട് വരാം. കാറിൻ്റെ അവസ്ഥ നോക്കി. തുരുമ്പ് പിടിച്ചിട്ട് വീലൊക്കെ ഫുള്ള് തുരുമ്പാണ്. പിന്നെ എഡിഷൻ നെയിം നോക്കി ക്രൂസർന്ന്. റൈയും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ പേര് ആയേനെ. ഇവൻ്റെ പേരായിരുന്നെങ്കിൽ കേസ് പിന്നെ ഇവൻ്റെ കുറേ തള്ളു കേൾക്കേണ്ട വന്നേരെ. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ നോക്കി കേസ് ഒരു ഓയിലും ചെളിയും എല്ലാം കൂടെ മിക്സ് ആയിട്ടിരിക്കുന്ന പോലെ. ഇതിൽ വലിയ പണിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഫുള്ള് ചേഞ്ച് ആക്കാനുണ്ട്. പിന്നെ സൈഡ് കൈസ് അപ്പുറത്തെ സൈഡിലെ മിററും ചെറിയൊരു സീനൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫ്രണ്ടാണ് മെയിനായിട്ട് പോയേക്കുന്നത്. ഇൻറ്റീരിയർ വല്ല സീനൊന്നും ഇല്ല കേസ്. നോക്കിയേ അപ്പുറത്തെ സൈഡിലെ ആ മിററിൻ്റെ അവിടെ കുറച്ച് പോയിട്ടുണ്ട്. അല്ലാതെ ഈ സൈഡിലോട്ടൊന്നും വേറെ സീനില്ല. ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം വണ്ടി. കൊള്ളാണ്ട. ഇനി എഞ്ചിൻ പണിയും കൂടെ എടുക്കണം. എങ്ങനെയുണ്ടോ ഇപ്പം? സ്റ്റാർട്ടായില്ലേ? ആ ടോട്ടറൊക്കെ എടുത്തുണ്ടോ? വേഗം ഉള്ള സ്റ്റാർട്ടാകുന്ന എഞ്ചിനൊക്കെ വെച്ചിട്ട് വേഗം വണ്ടിയിലോട്ട് തരട്ടെ. ഇവനോട് ട്രക്ക് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് ഇവൻ തന്നെ അതിൻ്റെ ഇടയ്ക്കോടെ നടക്കണം. മച്ചു ഇതെല്ലാം കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഇതപ്പുണ്ട്. വേറെ വല്ല കാറുണ്ടോ എന്ന് നോക്കാൻ പോയത്. ഇവിടെ ഫുള്ള് പോയ കാറാണല്ലോ. എടാ അത് ഫസ്റ്റ് വരുമ്പോഴേ നോക്കണടാ, അല്ലേ ഇവർ ഫുള്ള് പൊളിക്കും വണ്ടി. ഞാൻ വന്നപ്പോഴേ ഇത് കണ്ടു. നീ സമയം കളയാതെ പോയിട്ട് ട്രക്ക് എടുത്തിട്ട് വന്നേ. ഓ ഞാനത് പിന്നെ മറന്നു. നിൽക്ക് ഇപ്പം എടുത്തിട്ട് വരാം. കേസ് ഇപ്പോൾ ട്രക്കിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. വണ്ടി ഏത് നിമിഷം വേണമെങ്കിലും ഓഫായി പോവും. ഒന്ന് സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരം റണ്ണിങ് നിൽക്കും, എന്നിട്ട് പിന്നെ ഓഫാവും. കിട്ടിയ ടൈമിന് നമ്മൾ പെട്ടെന്ന് ട്രക്കിലോട്ട് കയറ്റാൻ നോക്കുവാണ്. ഈ ക്രൂസറൊന്ന് ബേക്ക് ചെയ്യാൻ തള്ളിത്തിരുവാണെങ്കിൽ കയറി പോകാൻ അവൻ ആ ട്രക്കിന് തള്ളി കൊടുക്കുവാണ്. എങ്ങനെയും ഒന്ന് ഈ ട്രക്കിലോട്ട് കയറ്റി വെക്കട്ടെ. ഇവൻ അതിൻ്റെ മേളിൽ എന്നിട്ട് എന്നെ കാണാൻ നിൽക്കുവാണോ? ട്രക്കിൽ എങ്ങനെ ലോക്കായിട്ടുണ്ട് ഈ നമ്മുടെ കാറ്. ക്രൂസർ ഇനി കാറിൽ കയറുന്നുണ്ടോ കയറിക്കോ. അല്ല ഇവനെന്താ നമ്മുടെ കാറിൽ കയറണം. നീ തൊട്ട് നിന്റെ കാർ എടുത്തിട്ട് പോവാ. ഓ ഞാൻ എൻ്റെ കാർ എടുത്തിട്ട് എന്നാൽ പുറകെ വരാം. നിങ്ങൾ വിട്ടോ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ നടുക്ക് ഇങ്ങനെ നല്ല രസമുണ്ട്. നീ എന്നാ അവിടെ നിന്നോ, നിന്റെ കാർ നമുക്ക് ഇവിടെ പൊളിക്കാൻ കൊടുക്കാം. അയ്യോ അത് വേണ്ട. ആപ്പാടെ ഉള്ളൊരു പഴയ വിൻറ്റേജ് ബെൻസ്. അതെങ്ങാനും പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകും. എൻ്റെ പൊക്കത്തോടെ കയറി ഓട്ടെ. സെന്നെ നേരെ വണ്ടി വീട്ടിലോട്ട് എടുത്തോ. വീട്ടിലോട്ടാണോ പോട്ടെ? എന്നാൽ ഇപ്പം പോവാം. കേസ് അങ്ങനെ നമ്മുടെ പുതിയ കാർ എടുത്ത് ഞാനിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്രൂസറൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പറക്കുകയാണ് കേസ്. നമുക്കൊരു ടൈം വരും ഇങ്ങനെ പോകാൻ. ഇത് ഓടിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് ഓടിക്കാനൊന്നും പറ്റിയില്ല. ഈ ട്രക്കിലോട്ട് കയറ്റിയപ്പോൾ കുറച്ച് ഓടിച്ചില്ല കേസ്. അത് നല്ല രസമുണ്ടായിരുന്നു. ഇത് നമുക്കിങ്ങനെ ഇതിൻ്റെ മേളിലൊക്കെ ഇരുന്ന് കേസ് ഇങ്ങനെ ഇതാ സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ച് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന പോലെ ഇങ്ങനെ പോവാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നേരെ ക്രൂസറിൻ്റെ ബെൻസിൽ കയറാൻ കേസ്. അന്നേരം ഈ ട്രക്കിൽ നമ്മുടെ ഈ കാർ വെച്ചോണ്ട് പോകുന്ന ഇങ്ങനെ കാണാമല്ലോ അതിലിരുന്നിട്ട്. പിന്നെ ഈ ഒരു കാറിന് എന്താണ് പേരിടുകയെന്ന് പറയുക. അപ്പോൾ ഇതിന് എഡിഷൻ നെയിം ഇപ്പോൾ കിടക്കണ ക്രൂസർ നടക്കാം. നമുക്ക് എന്തായാലും മാറ്റണം. പിന്നെ ഏത് പെയിൻ്റ് അടിക്കണം എന്നും പറയും കേസ്. നമുക്ക് അങ്ങനെ സെറ്റാക്കാം. കുറച്ച് പണി എടുക്കാനുണ്ട് കേസ് ഇതിനകത്ത്. നമുക്ക് സുഗുണൻ്റെ അടുത്ത് തന്നെ കൊടുക്കാം. സുഗുണൻ നമ്മൾ നല്ല സെറ്റാക്കി തന്നോളൂ. നമ്മുടെ സിവിക്കെല്ലാം കൊടുത്തിട്ട് നിങ്ങൾ കണ്ടതല്ലേ എങ്ങനെ പണിത് തന്നേന്ന്.
അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാറും അവിടെ തന്നെ കൊടുക്കാം. ഞാനാണ് അതിൻ്റെ മേളിൽ ഇരുന്നിട്ട് കേസ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാലോ. അപ്പോൾ അങ്ങോട്ട് കുറേ സ്റ്റിയറിങ് തിരിക്കുവാണ്. സംഭവം കൊള്ളാം കേട്ടോ. ഒരു ട്രക്കിനകത്ത് കാറും കയറ്റി വെച്ചിട്ട് അതിനകത്ത് കയറി ഇങ്ങനെ പോകാൻ. ഒരു ദിവസം എന്തായാലും കേസ് ഞാൻ ഇവനെ പണിതങ്ങ് ഇറക്കും. എന്നിട്ട് നമുക്ക് ഇവനെയും കൊണ്ട് കുറച്ച് ഡ്രൈവൊക്കെ പോവാം. ഇവനെ ഇനി പണിത് സെറ്റാക്കി എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എപ്പോഴേലും ഒരു സെറ്റാക്കും കേസ്. അന്ന് നമുക്ക് കുറച്ച് വിൻറ്റേജ് കാർസ് ഉള്ള ആൾക്കാരെയും കൂടെ വിളിക്കാം കേസ്. എന്നിട്ട് കുറച്ച് വിൻറ്റേജ് കാർസൊക്കെ വെച്ച് നമുക്ക് ചെറിയൊരു ട്രിപ്പ് പോവാം. ക്രൂസർ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. അവനെയാണ് ഞാൻ നോക്കുന്നത്. അവനെ കാണുവാണെങ്കിൽ അവനോട് നിർത്താൻ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു കാറിൽ പോകാനായിരുന്നു. അപ്പോൾ നമ്മൾ ഏതാണ്ട് വീടെത്താറായെന്ന് തോന്നുന്നു. നമ്മൾ അപ്പുറത്തോടെ പോയല്ലേ കേസ് അങ്ങോട്ട് പോകണേ. ഇപ്പം വഴി തെറ്റിയാണോ പോകുന്നത്? ഇതിലേ പോയാലും നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഇതിലേ വരാറില്ല കേസ്. ഞാൻ അപ്പുറത്തെ പാലത്തിൽ കൂടെ തന്നെ പോകാറ്. പിന്നെ ഈ വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്തിട്ടില്ല കേസ്. ഇപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക കേട്ടോ. നമ്മൾ ആ കാറും കൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ആ ക്രൂയിസർ അതാ പോകുന്നത് ഫ്രണ്ടിൽ. ക്രൂയിസറിനെ നമുക്കൊന്ന് പിടിച്ച് നിർത്തണം. എന്നിട്ട് നമുക്ക് ക്രൂയിസറിനെ വണ്ടിക്കകത്തോട്ട് നിർത്തിയിട്ടുണ്ട്. നേരത്തെ പോയി കയറട്ടെ കേസ്. അങ്ങനെ ക്രൂയിസറിൻ്റെ കൂടെ നമ്മൾ പെൻസിൽ പോയിക്കൊണ്ടിരിക്കുവാണ് കേസ്. നമ്മളെ കാർ ഇതാ പോകുന്ന ആ ട്രക്കിൽ. നല്ല രസമുണ്ടല്ലേ കേസ് പോകുന്നതാണ്. ആണോ അതിന്റെ നമ്പർ എന്താണ് വരുന്നത്? നമ്പർ ഒന്നും കാണുന്നില്ല, ഫുള്ള് ചെളി പിടിച്ചിട്ട്. എടാ അതിൻ്റെ നമ്പർ എന്താ KL78A. ബാക്കി എന്തോ വരുന്നുണ്ട്. ബാക്കിയാണ് ഫുള്ള് ചെളി പിടിച്ചിരിക്കുന്നത്. അതിന്റെ ബാക്കി എണ്ണ എന്തോ 2 എന്നൊക്കെ കാണുന്നുണ്ട്. മിക്കവാറും വല്ല 2000 200 അങ്ങനെ വല്ല വരികയാണ്. അത് തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നമുക്ക് കാറെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. കാറൊന്ന് സർവീസും ചെയ്തൊന്ന് വാഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ സെറ്റ് ആവും. നമുക്ക് നേരെ എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കാറ് സർവീസ് ചെയ്യാം. സർവീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കേസ് കാറിൻ്റെ ലുക്ക് കാണിച്ചു തരാം നിങ്ങളെ. എന്തായാലും കാറ് വാഷ് ആക്കാമായിരുന്നു വേണമെങ്കിൽ കൊണ്ടുപോയിട്ട്. വാഷ് പിന്നെ ആക്കാമല്ലേ. ഫസ്റ്റ് നമുക്കൊന്ന് സർവീസ് ചെയ്തെടുക്കാം അവിടെ കൊണ്ടുപോയിട്ട്. അണ്ണാ ഈ സ്ക്രാപ്പിൽ വേറെ വല്ല വണ്ടി വരുന്നുണ്ട് പറയണം കേട്ടോ. പണ്ടത്തെ വല്ല റെയർ ആയിട്ടുള്ള ഏതെങ്കിലും കാറാണെങ്കിൽ എനിക്കൊന്ന് എടുക്കണം. അത് ഞാൻ നോക്കാം. അത് വരുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ പറയണം, അല്ലേ അവരിപ്പോൾ തന്നെ പൊളിക്കാൻ തുടങ്ങും വണ്ടി. അത് ശരി, അവിടെ പോയിട്ട് കണ്ടില്ല വേറെ ഒരു ഒറ്റ വണ്ടിയില്ല അണ്ണനെ വണ്ടിയല്ലാതെ. ബാക്കിയെല്ലാം ഫുള്ള് പൊളിച്ചിട്ടേക്കുക. അതിനെ പറഞ്ഞു ഏതാ വണ്ടിന്ന് പോലും തിരിയാത്ത പോലെ ഫുള്ള് പൊളിച്ചിട്ടേക്കണേ. അവനത് ആ ട്രക്കും കൊണ്ട് പോന്നാ. അല്ല അവൻ നേരെ പോണേ അങ്ങോട്ട് ഇടിച്ചാണോ അത്? ഓ ഇടിച്ചാൻ തോന്നണ്ണ. ആ തിരിച്ച് വളച്ചോണ്ട് വരുന്നുണ്ട്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാ. അല്ല ഇവൻ എന്തിനാണ് നേരെ പോണേ? ഇവന് റോഡ് അറിയത്തില്ലേ? എടാ അവൻ ഈ വഴി വന്നിട്ട് കുറച്ചായാടാ. അപ്പോൾ ഇവിടെ നിന്ന് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡല്ലേ, അവന് തിരിയാത്തായിരിക്കും. നമുക്ക് നേരെ വീട്ടിൽ പോയി നിൽക്കാം. എന്നാ വാ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പം തന്നെ അവനങ്ങ് വരുമായിരിക്കും. കേസ് അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ട് ഈ ആ കാർ സർവീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അവനിപ്പോൾ ട്രക്കിൽ ആ കാറും കൊണ്ടുവന്നോളും. എന്നിട്ട് ഫുള്ള് സർവീസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചു തരാം കേസ്. അപ്പോൾ നമ്മളൊന്ന് സെറ്റ് ആക്കിയിട്ട് കാണാം കേസ്. ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ആക്കും. 2000 years later. കേസ് അപ്പോൾ കാർ ഓടിയിട്ട് അങ്ങ് സർവീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. കാർ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കാർ നമ്മുടെ സൈഡിൽ തന്നെ കിടപ്പുണ്ട്. ഇതേണ്ട കേസ്, ഇതാണ് നമ്മുടെ കാറിൻ്റെ ലുക്ക്. ഇപ്പോൾ ഇതാ ഫുള്ള് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ചെളിയോ അതെല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കി കേസ് എന്തോ ഓയിലൊക്കെ പറ്റിയിരിക്കുന്നത് തോന്നുന്നു. എന്തായാലും ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്ന് സെറ്റാക്കി എടുക്കണം. വീലിൻ്റെ ഒക്കെ അവസ്ഥ നോക്കി കേസ് ഫുള്ള് റെഡിയാക്കാനുണ്ട്. പിന്നെ നമ്പർ വരുന്നതൊക്കെ നമുക്ക് തിരിയണമെങ്കിൽ ഇനി ഒന്ന് വാഷ് ചെയ്തെടുക്കേണ്ടി വരും. മറ്റു പിന്നെ ബാക്ക് സ്പോയിലറിൻ്റെ പെയിൻറ്റ് ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് സെറ്റാക്കി എടുക്കണം. മൊത്തത്തിൽ കുറച്ച് പണിയേ ഉള്ളൂ. സർവീസ് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ആ ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഏതാ കാറെന്നെങ്കിലും ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് കണ്ടില്ലേ. എന്നാൽ കാറ് കൊള്ളാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു BMW ഓൾഡ് വെർഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഐറ്റം. ഇത് എടുക്കാൻ വേണ്ടി എത്ര നാളായിരുന്നു നോക്കുന്നത്. ഇപ്പോഴാണോ ഒന്ന് നടന്നത്. എന്തായാലും കേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കേസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ കൊണ്ടുപോകണം. എന്തായാലും ഇന്ന് കൊണ്ടുപോകുന്നില്ല കേസ്. ഇന്ന് വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വേറെ ഒരു വീഡിയോയിൽ കേസ് നമുക്കത് വീഡിയോ ആയിട്ട് തന്നെ സെറ്റാക്കാം. ഇവനങ്ങോട്ട് ഇറങ്ങി ഓടണേ. അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ച് ഓടുന്നുണ്ട് കേസ്. എന്ത് നോക്കി പോകുന്നതാണോ ആവോ. എന്നാ റെക്കോർഡ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞ്. ഇനി വാ നമുക്ക് കുറച്ച് ചായയൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് TV കാണാം. മറ്റു നല്ല കിടലിന് ഐഡിയ ആണല്ലോ. വീഡിയോ വേറെ റെക്കോർഡൊക്കെ ഓഫ് ആക്കട്ടെ. ഞാൻ ഫേസ് റിവീൽ ചെയ്തിട്ടൊന്നുമില്ല. മാസ്ക് അല്ലേ, ഒരു ചായ കുടിക്കട്ടെ. കേസ് പണ്ട് മാസ്ക് ഇല്ലാതെ നടന്നവനാണ് കേസ്. എന്നിട്ട് ഇപ്പം മാസ്ക് എടുത്തിട്ട് ഫേസ് റിവീൽ ചെയ്തിട്ടില്ല പോലും. എന്തായാലും കേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കുവാണ് കേസ്. നമ്മുടെ കാർ ഏതാണ്ട് ഇവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടലം വീഡിയോ ആയിട്ട് കാണാം കേസ്. അതിരിക്കും ബൈ.